മാർച്ച് 5-നാണ് പ്ലസ് വണ്ണിലെ ആദ്യത്തെ പബ്ലിക് എക്സാം. ഇംഗ്ലീഷാണ് പരീക്ഷ. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുവരെ എഴുതിയ എക്സാമുകൾ പോലെ ആയിരിക്കില്ല ഇതെന്നും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യണമെന്നും നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. 6 യൂണിറ്റുകൾ, 19 ചാപ്റ്റേഴ്സ്, ഡിസ്കോഴ്സുകൾ, ഗ്രാമർ ടോപ്പിക്കുകൾ ഇതൊക്കെയുണ്ട്. 10ാം ക്ലാസ്സിൽ SSLC എക്സാമിന് ഇംഗ്ലീഷ് എഴുതിയതുപോലെ അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നൊരു പരീക്ഷയായിരിക്കില്ല ഇതോ എന്നും നിങ്ങൾക്ക് ഓൾറെഡി ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. SSLC ഇംഗ്ലീഷ് എക്സാമിന് മുമ്പ് അത്രമേൽ ഗംഭീരമായി, അത്രമേൽ കോൺഫിഡൻസോടുകൂടെ നമ്മൾ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ദിവസങ്ങൾ, ആ മാരത്തൺസ് ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നാൽ അതുപോലെ പ്ലസ് വണ്ണിന് വേണ്ടി അതിലും ഗംഭീരമായി നമുക്ക് തയ്യാറെടുക്കേണ്ടതുണ്ട്. പക്ഷേ പ്രശ്നം, പലപ്പോഴും നിങ്ങൾ കോർ സബ്ജക്റ്റുകൾ പഠിച്ചു പോകുന്ന സമയത്ത് ഇംഗ്ലീഷ് നിങ്ങൾ 10ൽ കൊടുത്ത ആ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല എന്നൊരു പേടി കൂടെ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഓരോ ദിവസങ്ങളും അത്രമേൽ സിസ്റ്റമാറ്റിക്കായി നമ്മൾ പ്ലാൻ ചെയ്തേ മതിയാവുള്ളൂ. ഇനി വരുന്ന ദിവസങ്ങളെ പ്ലാൻ ചെയ്യണം എന്ന് പറയുമ്പോൾ എത്ര ദിവസം ബാക്കിയുണ്ട് എന്ന് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ മാർച്ച് 1 മുതൽ അല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഈ ചാപ്റ്ററിനെ, വലിയ സിലബസിനെ ഡിവൈഡ് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് എന്നത് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നാളെ വൈകുന്നേരം, അതായത് ഫെബ്രുവരി 28-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ഒരു കൃത്യമായ സ്റ്റഡി പ്ലാനുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ആ ലൈവിൽ ഉണ്ടായിരിക്കണം. അടുത്ത ദിവസത്തെ ലൈവ് മുതൽ, അതായത് ഞങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ മാത്രം ഞങ്ങൾ വന്നിരിക്കാം സാറേ എന്നതായിരിക്കരുത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. നാളെ നിങ്ങൾ എല്ലാവരും ആ ലൈവിൽ ഉണ്ടായിരിക്കണം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏത് രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ നമ്മുടെ ലൈവുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നാളത്തെ ആ ലോഞ്ചിൽ നമ്മൾ സംസാരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയാൻ വേണ്ടി കൂടെയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. നിങ്ങൾ അവിടെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഐ വിൽ സീ യു ടുമോറോ ഷാർപ്പ് അറ്റ് 7. താങ്ക് യു.